നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി വേട്ടയും ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് സജീവമായിട്ട് ലഹരി വേട്ട സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യമായൊരു ഘടകമാണ്. ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നതും ഇന്ന് അതുതന്നെയാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് തിരുവനന്തപുരം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഷീന ജി സോമനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ലഹരി ബോധവൽക്കരണം അത് നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യമായിരിക്കുന്നൊരു ഘട്ടമാണ്. അതിൻ്റെ പ്രസക്തി അത് എത്രത്തോളമുണ്ട്? കാലാകാലങ്ങളിൽ മനുഷ്യനിൽ ലഹരി ഉപയോഗമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, പ്രത്യേകിച്ച് കോവിഡാനന്തര ലോകത്ത് നമ്മുടെ കേരളത്തിൽ ലഹരിയുടെ ഉപയോഗത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡി അഡിക്ഷൻ കേന്ദ്രം, മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡ്രഗ് ട്രെൻഡ്സ് നോക്കുമ്പോൾ 2021 ശേഷം പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലുള്ള ലഹരി ഉപയോഗം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതിനു മുന്നേ മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയുമായിട്ട് കുടുംബങ്ങൾ നമ്മളെ സമീപിക്കുമ്പോൾ ഇപ്പോൾ 15 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് വരുന്നത്. ഒപ്പം പലതരം ലഹരികൾ, പുതിയ ലഹരികൾ ഒത്തിരി തന്നെ ഇപ്പോൾ ചുറ്റുമുണ്ട്. പല ലഹരികളും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ലഹരികളായിരിക്കാം. അപ്പോൾ മദ്യത്തിൽ നിന്ന് മാറി കഞ്ചാവ്, IV ഡ്രഗ് അബ്യൂസ്, ഓപ്പിയോയിഡ്സ്, MDMA, പോലുള്ള സ്റ്റിമുലൻസ്, ഇവയെല്ലാം ഇപ്പോൾ വളരെയധികം തന്നെ സുലഭമായി ലഭ്യമാണ്. അതിനോടൊക്കെ ഒരു ആസക്തി മാത്രമല്ല, അതൊരു രോഗാവസ്ഥയായിട്ട് കണക്കാക്കാൻ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാർ തയ്യാറുമല്ല. അപ്പോൾ അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഉപയോഗം തുടങ്ങുന്നത്. പക്ഷേ അതൊരു രോഗാവസ്ഥയിലേക്ക് ചെല്ലാൻ അധികം താമസിക്കാറില്ല. മദ്യപാനത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 10 വർഷം 15 വർഷം കൊണ്ടാണ് അതൊരു രോഗാവസ്ഥയിലേക്ക് ചെല്ലുന്നതെങ്കിൽ കഞ്ചാവിൻ്റെയൊക്കെ ഉപയോഗം ഒറ്റ പുകവലിയിൽ തന്നെ മാനസികാരോഗ്യ ലക്ഷണങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് രോഗികൾ വരുന്നുണ്ട്, സൈക്കോസിസ് ആയിട്ട്. അതുപോലെ തന്നെ ഉന്മാദാവസ്ഥയിൽ MDMA ഉപയോഗം കാരണം ഉന്മാദാവസ്ഥയിലേക്ക് ഒക്കെ എത്തുന്ന അവസ്ഥയിലും വളരെയധികം ആക്രമണ വാസനയൊക്കെ കാണിക്കുന്ന അവസ്ഥയിൽ ചെറുപ്പക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ കൂടുതലായി ചികിത്സയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശരി ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഒരു ലഹരിയിൽ എഡിക്റ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്കൊരു പിന്നോട്ടേക്കൊരു പോക്ക്, മറിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്കുള്ള ഒരു വരവ്, അതിനു വേണ്ട ബോധവൽക്കരണം അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? പലപ്പോഴും പല ഘടകങ്ങളാണ്. അതിന് മനഃശാസ്ത്രപരമായ ഘടകങ്ങളുണ്ടാവും, കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ള സാമൂഹിക തലത്തിലെ പ്രോബ്ലംസ് ആയിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നത്. എന്നാൽ ഈ കാരണങ്ങൾക്ക് അതീതമായി ലഹരി മനുഷ്യനെ മൊത്തമായി പിടിമുറുക്കുന്നൊരവസ്ഥയുമുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സയുടെ ഘട്ടം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം തുടങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ലഹരി ജീവിതത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിനേക്കാളും നല്ലത് ജീവിതത്തിലേക്ക് ലഹരിയെ ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഡിമാൻഡ് റിഡക്ഷനാണ് ഏറ്റവും നല്ലത്. ചെറുപ്പക്കാരിൽ, വളരെ കുട്ടികൾ മുതൽ കൗമാരപ്രായക്കാരിൽ ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം കൃത്യമായിരിക്കണം. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ്, ഒപ്പം ലഹരിയിലേക്ക് തിരിഞ്ഞു പോകാതെ മറ്റ് നാച്ചുറൽ പ്ലഷേഴ്സ് എന്നൊക്കെ പറയുന്ന മറ്റ് ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് കുട്ടികളെ നമുക്ക് വഴിതിരിച്ചു വിടാം. കലാകായികമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം ലഹരികൾക്ക് പിന്നിലേക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. ഒപ്പം കൂട്ടുകെട്ട്, അപ്പോൾ അവരുടെ സൗഹൃദ വലയങ്ങൾ, കുടുംബത്തിനകത്തുള്ള ആ ഒരു അടുപ്പം, ഇതെല്ലാം തന്നെ വലിയ ഫാക്ടേഴ്സാണ്. എന്നാൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ലഹരിയിലേക്ക് പലപ്പോഴും കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് പുകയില വസ്തുക്കളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ലഹരികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. അപ്പം നമ്മുടെ നിയമങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആണ്. ആ രീതിയിലും ഇതിനെ നമുക്ക് പിടിക്കാൻ കഴിയും. അപ്പോൾ സോഴ്സ് റിഡക്ഷനാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കഞ്ചാവിൻ്റെ വിൽപ്പനയും അല്ലെങ്കിൽ ഇത്തരം ലഹരി വസ്തുക്കൾ കൗമാരപ്രായക്കാരിലേക്കും ചെറുപ്പക്കാരിലേക്കും എത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം മാത്രമാണ് ഈ ഹാം റിഡക്ഷൻ. അതായത് എന്തായാലും ഈ ലഹരി ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പലപ്പോഴും ലഹരി വിമോചന കേന്ദ്രങ്ങളും വിമുക്തി കേന്ദ്രങ്ങളും എല്ലാം. സർക്കാരിൻ്റെ കീഴിൽ പ്രധാന ആശുപത്രികളിലെല്ലാം വിമുക്തി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും. അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അല്ലാതെയുള്ള ചില താലൂക്ക് ആശുപത്രികളിലും ഡി അഡിക്ഷൻ വാർഡ് ഉൾപ്പെടെയുള്ളവ
പ്രവർത്തിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായിട്ടും കമ്മ്യൂണിറ്റി തലത്തിലും ഇതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു അവസാനഘട്ട ചികിത്സയ്ക്ക് എപ്പോഴും അതിൻ്റെ പരിമിതികളുണ്ട്. കാരണം അത് ഓൾറെഡി ശരീരത്തിനെയും തലച്ചോറിനെയും കീഴ്പ്പെടുത്തിയിട്ടായിരിക്കും നമ്മളോട് എത്തുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആദ്യം അതിന് മനഃശാസ്ത്രപരമായ ചികിത്സയെക്കാളും പലപ്പോഴും ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് മരുന്ന് തന്നെ വേണ്ടിവരും. മദ്യപാനത്തിനാണെങ്കിൽ അതിനോടുള്ള ആസക്തി കുറയ്ക്കുന്ന മരുന്നുകൾ, കഞ്ചാവ്, MDMA പോലുള്ള മരുന്നുകളാണെങ്കിൽ അത് കാരണമുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും അത് കാരണമുള്ള സ്വഭാവ വൈകല്യങ്ങളുമായിരിക്കും നമ്മൾ ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യുക. IV ഡ്രഗ് അബ്യൂസ്, ഓപ്പിയോയിഡ്സ് പോലുള്ളയാണെങ്കിൽ നല്ല സിവിയർ ആയിട്ടുള്ള വിഡ്രോവൽ ലക്ഷണങ്ങളായിട്ടായിരിക്കും വരിക. വിടുതൽ ലക്ഷണങ്ങൾ, അപസ്മാരത്തിൻ്റെ ലക്ഷണം ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ. അപ്പോൾ അതിനുള്ള ചികിത്സയാണ് ആദ്യത്തെ ഒരു 5 മുതൽ 7 ദിവസം. ചിലർക്ക് അത് ഗുരുതരാവസ്ഥയിലാണെങ്കിൽ പലപ്പോഴും ഡെലീറിയം, മനോവിഭ്രാന്തി പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും അഗ്രഷൻ, അക്രമവാസനയും ഒക്കെ ആ സമയത്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളുള്ള ചികിത്സാ സംവിധാനങ്ങൾ തന്നെ വേണ്ടിവരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളൊരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് ഇതിൽ നിന്നൊക്കെ വിട്ടുമാറാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. ഒപ്പം അതിനുശേഷം തിരിച്ച് ഈ ലഹരികളിലേക്ക് പോകാതിരിക്കാനുള്ള കൗൺസിലിങ്ങുമാണ് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വ്യക്തികൾക്ക് നൽകുന്നത്. കുടുംബത്തിൻ്റെ പങ്കും ഇതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഫാമിലി തെറാപ്പി, മോട്ടിവേഷൻ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, ഗ്രൂപ്പ് ചികിത്സയുടെ ഭാഗമായി രോഗികളെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഇതെല്ലാം ചികിത്സയുടെ പല ഘട്ടങ്ങളാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എരുമേലിയിൽ നിന്നും രമേശനാണ്. രമേശ്, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനാണ്. പല ഈ മദ്യപാനമുള്ളവരെ, ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നവരെ, പിന്നെ ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള അതിനൊക്കെ അഡിക്റ്റ് ആയവരെ ഈ അഡിക്റ്റേഷൻ സെന്ററിൽ നിന്ന് ചികിത്സയ്ക്ക് വിധേയമായിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കുറെ സമയത്ത് തന്നെ, കുറെ നാളത്തേക്കിന് അവർക്ക് ബുദ്ധിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ അവരുടെ നടപ്പും എടുപ്പും ഒക്കെ അതുപോലെ പതുക്കെ സ്ലോയിലായിരിക്കും. നടപ്പൊരു സാധനം എടുക്കുന്നതൊക്കെ പതുക്കെയായിരിക്കും. നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ അവർക്ക് അറിയൊന്നും പറ്റുകയില്ല. അവർ വിട്ടൊക്കെയാണ് പറയുന്നത്. അതെന്തുകൊണ്ട് ഈ മരുന്നിൻ്റെയാണോ അവരുടെ കഴിച്ച ലഹരിയുടെയാണോ അതെന്താണെന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി ചികിത്സയ്ക്ക് പല ഘട്ടങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിലും ലഹരി ചികിത്സ പലപ്പോഴും ഡിഫറെൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ലഹരി കാരണം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾക്ക് ഉള്ള ചില മരുന്നുകൾ ആളുകളെ കുറച്ചൊന്ന് മന്ദീഭവിക്കും. കാരണം സൈക്കോസിൻ്റെ മരുന്നുകളോ അല്ലെങ്കിൽ ഉന്മാദം, മാനിക്കൊക്കെ മരുന്നുകൾ ഇടുമ്പം ആളൊന്നും, നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുന്ന പോലെയാണ്. അത്രയും നാളും കുതിച്ചു പാഞ്ഞിരുന്ന ആളെ ഒന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടി നിർത്തുന്ന പോലെ ഒരു സ്ലോനെസ് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വ്യക്തിയിൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അതെന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അത് ലഹരി ഉപയോഗം കാരണമുണ്ടായ മാറ്റങ്ങളാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ എഫക്റ്റ് ആണോ എന്നുള്ളത്. എന്നിരുന്നാൽ തന്നെ പലപ്പോഴും തെറ്റിദ്ധാരണയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ലഹരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചികിത്സ ഇത്തരം ഒരു സ്ലോനെസ്സോ അല്ലെങ്കിൽ ആൾക്കാരെ മന്ദീഭവിക്കുന്ന രീതിയിലോ മരുന്നുകൾ യഥാർത്ഥത്തിലില്ല. ആൻറ്റി ക്രേവിംഗ് ഡ്രഗ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളാണ് പൊതുവേ നമ്മൾ ഡീടോക്സിഫിക്കേഷൻ, ഡി അഡിക്ഷനും ഉപയോഗിക്കുന്നത്. അത്തരം മരുന്നുകൾക്കൊന്നും ഇത്തരം സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പലപ്പോഴും ഇതിൻ്റെ കൂടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള മരുന്നുകളാണ് ആളുകളെ ചിലപ്പോഴൊന്ന് സ്ലോ ആക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ചികിത്സ കഴിഞ്ഞതോടുകൂടി ചികിത്സ തീരുന്നില്ല. അതിനുശേഷവും ഏകദേശം 6 മാസം എങ്കിലും തുടർച്ചയായി ഡോക്ടറെ കാണുകയും ഈ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കൗൺസിലിംഗ് പ്രോസസ്സ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏകദേശം 2 വർഷമാണ് തുടരുന്നത്. അപ്പോൾ നിരന്തരമായി മാസം തോറും ഡോക്ടറെ കണ്ട് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള മറ്റു ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും സൈഡ് എഫക്ട്സ് ആണ് മരുന്നിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതെന്ന് കാണുകയാണെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ മാറ്റാവുന്നതുമാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു സർക്കാരിന് കീഴിലുള്ള വിമുക്തി പദ്ധതികളെ പറ്റി. അപ്പം എന്തൊക്കെയാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ? ആശുപത്രി തലങ്ങളിലാണെങ്കിൽ ജനലാശുപത്രി, താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം തന്നെ വിമുക്തി ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ അവിടെ ഡോക്ടറുടെയും
സൈക്കോളജിസ്റ്റിൻ്റെയും സോഷ്യൽ വർക്കറുടെയൊക്കെ സൗകര്യങ്ങൾ മിക്ക ഈ വിമുക്തി കേന്ദ്രം 14 ജില്ലകളിലും വിമുക്തി സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ അത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണുള്ളത്. പക്ഷേ തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ജനറൽ ഹോസ്പിറ്റലും നെയ്യാറ്റിൻകരയിലും അതോടൊപ്പം ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രവുമുണ്ട്. അപ്പോൾ ഈ 3 തലങ്ങളിലും ഡി അഡിക്ഷൻ ചികിത്സയുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോളേജിലും സൈക്കാട്രി വിഭാഗത്തിൽ കൂടി ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. മറ്റ് ജില്ലകളിൽ പലപ്പോഴും വിമുക്തി കേന്ദ്രങ്ങളായിരിക്കാം. ഇപ്പോൾ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രമോ ഇല്ലാത്ത ജില്ലകളിൽ വിമുക്തി കേന്ദ്രമായിരിക്കും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡി അഡിക്ഷൻ ചികിത്സ നൽകുന്ന സെൻറ്റർ. അപ്പോൾ അവിടെ ഡോക്ടർമാരുടെ സേവനമുണ്ട്, സൈക്കാട്രിസ്റ്റിൻ്റെ സേവനമുണ്ടാകാം. സൈക്കാട്രിസ്റ്റ് പോസ്റ്റഡ് അല്ലെങ്കിൽ പോലും അവരുടെ ഇതിൻ്റെ മേൽനോട്ടം ഒരു സൈക്കാട്രിസ്റ്റിന് ചുമതലയുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളും പ്രധാനപ്പെട്ട പല മരുന്നുകളും ഇന്ന് വിമുക്തി കേന്ദ്രത്തിൽ കൂടി ലഭ്യമാണ്, വിലയേറിയ മരുന്നുകൾ ഉൾപ്പെടെ. പണ്ടാണെങ്കിൽ ഇത്തരം ചികിത്സ ഒക്കെ കുറച്ചുകൂടി പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ പല ആൻറ്റി ക്രേവിംഗ് ഡ്രഗ്സ്, കുറച്ചൊക്കെ വില കൂടിയ മരുന്നുകളാണ് ഇതെല്ലാം. അതെല്ലാം ഇപ്പോൾ പല വിമുക്തി കേന്ദ്രങ്ങളിൽ കൂടിയും രോഗികളിലേക്ക് എത്തുന്നുണ്ട്. ശരി ഡോക്ടർ നേരത്തെ പ്രേക്ഷകനോട് പറഞ്ഞു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, 2 വർഷത്തോളം നിൽക്കുന്ന കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ലഹരിയുടെ ഉപയോഗം കൂടുതൽ, കാരണം ഏത് ഘട്ടത്തിലാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന രീതിയിലേക്ക് മാറുന്നത്? കൗൺസിലിംഗ് എന്ന വാക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു വാക്കെന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ്. മനഃശാസ്ത്രപരമായ പലതരം ചികിത്സാ രീതികളുണ്ട്. പ്രധാനമായുള്ള ആദ്യത്തെ 7 മുതൽ 10 ദിവസം ഈ ലഹരിയുടെ ആ ഒരു വിഷാംശം ശരീരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിനെ നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. മദ്യമാണെങ്കിൽ വിറയൽ, ഉറക്കക്കുറവ്, അപസ്മാരം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രൈറ്റിസ്, ഇതെല്ലാമായിരിക്കും ആദ്യത്തെ ആ ദിവസങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ഇപ്പോൾ കഞ്ചാവ് കാരണമുള്ള ദേഷ്യം, അക്രമവാസനയായിരിക്കാം നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ആ ആഴ്ചയിൽ കാണുക. MDMA ഉപയോഗിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ ചിലപ്പോൾ ഉന്മാദാവസ്ഥ, സൈക്കോട്ടിക് ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെയായിരിക്കും നമ്മൾ ഇനീഷ്യലി ആ 7 മുതൽ 10 ദിവസം ചികിത്സിക്കുക. അപ്പോൾ ആ ലക്ഷണങ്ങൾ കുറഞ്ഞാൽ മാത്രമേ പലപ്പോഴും അടുത്ത ഘട്ടമായ ഈ മനഃശാസ്ത്രപരമായ ചികിത്സയ്ക്ക് ഒരു പ്രസക്തിയുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഉപദേശമല്ല ചികിത്സ, അതിൻ്റെ ഭാഗം ഓരോ വ്യക്തിയെയും അറിഞ്ഞ് വ്യക്തിയുടെ ചുറ്റുപാടും അവൻ്റെ സാഹചര്യങ്ങളും അവൻ ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പല കാരണങ്ങളും മനസ്സിലാക്കിയുള്ള ചികിത്സയാണ് പിന്നെ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അതിന് ശാരീരികമായ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള, മനഃശാസ്ത്രപരമായി ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സായിരിക്കും. കുടുംബാന്തരീക്ഷത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടെ, അപ്പോൾ കുടുംബത്തിനെ ഉൾപ്പെടുത്തിയുള്ള കൗൺസിലിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ പൊതുവേ മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. ഡി അഡിക്ഷനിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൗൺസിലിംഗ് ചികിത്സ അതാണ്. ഒരാളുടെ മോട്ടിവേഷൻ, മാറാനുള്ള ആഗ്രഹത്തെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സ. അപ്പോൾ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു മാറ്റം വരണമെന്നുള്ളത്. ഇവിടെ ആത്മവിശ്വാസമല്ല വേണ്ടത്, പലപ്പോഴും ആത്മവിശ്വാസം തടസ്സമാണ്. ഇനിയിപ്പോൾ എന്നെ ആരും ഒന്നും പറയണ്ട, ഞാനിനി ലഹരി ഉപയോഗിക്കില്ല എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് പലപ്പോഴും രോഗിക്ക് അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. കാരണം അത്തരം ആത്മവിശ്വാസം പലപ്പോഴും അടിയാകാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയും റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കൗൺസിലിങ്ങുകൾ നമ്മൾ ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ചികിത്സയുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് പോലെയുള്ള പബ്ലിക്കിൽ തന്നെയുള്ള ഗ്രൂപ്പുകൾ ആശുപത്രിക്ക് പുറത്തുമുണ്ട്. ആശുപത്രികളിലും ഇത്തരം ഗ്രൂപ്പ് ചികിത്സ നമ്മൾ നൽകാറുണ്ട്. ചികിത്സ കഴിഞ്ഞു പോയ രോഗികളും ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളെയും ഒരുമിച്ചിരുത്തിയുള്ള കൗൺസിലിംഗ് ആണ് നമ്മൾ അവിടെ ചെയ്യുക. രോഗികൾക്കും ഉണ്ടാവും, ബന്ധുക്കൾക്കും ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും അവരുടെ ആ ഒരു വിശ്വാസം, ചികിത്സയോടുള്ള വിശ്വാസം, അതിനോടുള്ളൊരു പ്രതിപത്തിയൊക്കെ കൂട്ടാൻ ഇത്തരം ഗ്രൂപ്പ് ചികിത്സ വളരെയധികം സഹായിക്കാറുണ്ട്. പിന്നെ കുടുംബത്തെ ഉൾപ്പെടുത്തിയുള്ള ഫാമിലി തെറാപ്പിയാണ്. പലപ്പോഴും ലഹരി കാരണം ആദ്യം അകന്നു പോകുന്നത് കുടുംബ ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ മിക്കവാറും തകർച്ചയിലായിട്ടുണ്ടാകും. ഈ ബന്ധങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കൗൺസിലിങ്ങിൽ ചെയ്യുന്നൊരു കാര്യം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ തിരിച്ച് അവരുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എങ്ങനെ ഇതിനുള്ള ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളത്. അപ്പം കുടിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു ബാർ ഉണ്ടാവാം, പോകുന്ന വഴിക്ക് ലഹരി ഉപയോഗിക്കുന്ന രീതി ഉണ്ടാവും, ശമ്പളം കിട്ടുന്ന ദിവസം അമിതമായി ലഹരി ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഇത്തരം ഘടകങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് റിലാപ്സ് പ്രിവെൻഷൻ കൗൺസിലിംഗ്. അതായത് വീണ്ടും ലഹരിയിലേക്ക് പോകാതിരിക്കാനുള്ള തയ്യാറെടുപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെയാണ് നമ്മൾ അവസാന ഘട്ട കൗൺസിലിങ്ങിൽ ഉണ്ടാകുക. അതോടൊപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എത്ര നാളെന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ 100 ദിവസം, 1 വർഷം,
2 വർഷം എങ്ങനെ ലഹരിയിൽ നിന്ന് മാറി നടക്കാം എന്നുള്ളത് തുടർച്ചയായി ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 വർഷം കാലയളവെങ്കിലും അതിന് വേണം എന്ന് പറയും. 2 വർഷം ചിലപ്പോൾ 5 വർഷമൊക്കെ ലഹരി ഉപയോഗിക്കാതിരിക്കുകയും പെട്ടെന്ന് ഒരു ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ തിരികെ പോകുന്ന ഒരവസ്ഥയും നമ്മൾ കാണാറുണ്ട്. കാരണം തലച്ചോറിൽ ലഹരി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സ്ഥായിയാണ്. മരണം വരെയും ആ മാറ്റങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ എപ്പോഴും നിഴലുപോലെ നമ്മുടെ പിന്നിൽ ലഹരി ആസക്തി രോഗങ്ങൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ എത്ര നാൾ മാറി നടക്കുന്നു എന്നനുസരിച്ച് അത്രയും ജീവിതം മെച്ചപ്പെടും. അതുകൊണ്ടാണ് ഇത്തരം കൗൺസിലിംഗ് പ്രക്രിയയിൽ തുടർന്നും രോഗി നിൽക്കേണ്ടത് വളരെ പ്രധാനപ്പെടുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു അപകട സാധ്യത അത് എത്രത്തോളമുണ്ട്? പലരും ലഹരി ഉപയോഗിക്കുന്നത് ഒരു രസത്തിനായിട്ടാണ് സാധാരണ. ആരും അതൊരു രോഗാവസ്ഥയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. ഇനി അഥവാ തിരിച്ചറിവുണ്ടെങ്കിലും അത് തന്നിലേക്ക് വരില്ല എന്നാണ് അവർ ചിന്തിക്കുക. അത് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത്. തനിക്ക് നിയന്ത്രണമുണ്ട്, ലഹരി തന്നെ ഒരിക്കലും കീഴ്പ്പെടുത്തില്ല എന്നാണ് മിക്കവരുടെയും ഒരു തെറ്റിദ്ധാരണ. എന്നാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ലഹരി എപ്പോൾ അപകടമാകുന്നു, ചില പ്രത്യേക ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ലഹരി അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടെ, പ്രത്യേകിച്ച് കുടുംബ ഘടകങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ. കുടുംബത്തിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ജീവിതം അത് കാരണം പല രോഗാവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരെങ്കിൽ അടുത്ത തലമുറയിലും അതിൻ്റേതായ പാരമ്പര്യമായിട്ട് ലഹരി പിടിമുറുക്കാനൊക്കെയുള്ള സാധ്യത ഹൈയാണ് എന്ന് പറഞ്ഞ് ലഹരിയുള്ള എല്ലാവരുടെയും മക്കൾ ലഹരിക്ക് അടിമപ്പെടണമെന്നില്ല. പിന്നെ അതുപോലെ കുടുംബാന്തരീക്ഷത്തിലുമൊക്കെ പലപ്പോഴും സ്ട്രെസ്സൊക്കെ അമിതമായി ഫേസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു പഠനം അത്തരം കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ ഒക്കെ തിരിഞ്ഞു പോകാൻ ഒരു വിമുഖത കാണിക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പല പല പ്രശ്നങ്ങൾ അവരുടെ കൗമാരപ്രായത്തിലൊക്കെ കാണിക്കുന്നവർ, അത്തരക്കാരും ഈ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ADHD പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ, അത് കാരണം വീട്ടിലും സ്കൂളിലുമെല്ലാം ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുന്നവരൊക്കെ ഈ ഗാങ് ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇത്തരം ചില അപകട സൂചനകളൊക്കെ നേരത്തെ കാണുമ്പോൾ തന്നെ ഇത്തരക്കാരിലേക്ക് ലഹരി എത്തുകയാണെങ്കിൽ അപകടമായിരിക്കുമെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഒപ്പം ഡിപ്രഷൻ, ബൈപ്പോളാർ മൂഡ് ഡിസോർഡറൊക്കെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അത്തരക്കാരും ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുത്താനുള്ള സാധ്യത കൂട്ടുന്നു. ഒപ്പം ലഹരി രോഗങ്ങളാകാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ മദ്യപാനം വളരെ സാധാരണയാണ്. മിക്കപ്പോഴും മദ്യത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടായിരിക്കും കുടുംബത്തിലെ വഴക്ക് അല്ലെങ്കിൽ ഡൈവോഴ്സ്, തമ്മിലുള്ള പ്രശ്നങ്ങൾ, അക്രമവാസന, കൊലപാതകം അല്ലെങ്കിൽ സൂയിസൈഡ്, ഇതുപോലുള്ള പല സാമൂഹിക പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരാം. റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ ഒരു നല്ല പങ്കും 80% മദ്യവുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാമൂഹിക പ്രശ്നങ്ങളായിട്ടാണ് പലപ്പോഴും ലഹരിയെ കാണുന്നത്. അത്തരം അപകടങ്ങളായിരിക്കും ലഹരി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ സാമൂഹികപരമായിട്ടും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ആരോഗ്യത്തിനെയും കാർന്നു തിന്നുന്ന ഒരവസ്ഥയാണ് ലഹരി ഉണ്ടാക്കുന്നത്. ഒരു 15 മുതൽ 20 വയസ്സിനുള്ളിൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ അതിനും മുന്നേ ഉപയോഗിക്കുന്ന കുട്ടികളും നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് തലച്ചോറിൻ്റെ വികാസം സംഭവിക്കുന്ന ഒരു പ്രായമാണ് 13 മുതൽ 19 വയസ്സ് വരെയുള്ള കാലം. ആ സമയത്ത് ഇത്തരം ലഹരികൾ ശരീരത്തിലേക്ക് വരുമ്പോൾ ലഹരി രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പല പഠനങ്ങളുമുണ്ട് 25 വയസ്സിന് ശേഷം ലഹരി ഉപയോഗിച്ച് ഒരു ലഹരി രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം 25 വയസ്സാകുമ്പോൾ നമ്മുടെ തലച്ചോറൊക്കെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു. ഫ്രോണ്ടൽ ബ്രെയിൻ എല്ലാം വളരെ സ്ട്രോങ് ആണ്. റിസ്കുകളും ഡേഞ്ചറും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന് കുറച്ചുകൂടി സ്വായത്തമാവുകയാണ്. അപ്പോൾ അത്തരം മാനസികാരോഗ്യം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ലഹരി ഒരു പാർട്ടിയിലോ എന്തെങ്കിലും ഉപയോഗിച്ചെന്നും പറഞ്ഞ് പലപ്പോഴും ലഹരി രോഗങ്ങളിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നമ്മൾ പലരും വളരെ മുൻപ് തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് കാരണം അത് കാരണമുള്ള ലഹരി രോഗങ്ങളും കാലക്രമേണ എത്തുകയാണ്. അപ്പോൾ 15 മുതൽ ഒരു 25 വയസ്സിനുള്ളിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു 30 വയസ്സ് മുതൽ 40 വയസ്സിനിടയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അത് കരൾ രോഗം തന്നെ ആവണമെന്നില്ല. മിക്കവരും മദ്യപാനത്തിനെ കരൾ രോഗവുമായിട്ടാണ് ചേർത്ത് കാണുന്നത്. എന്നാൽ തലച്ചോറാണ് അതിന് അടിമപ്പെടുന്നത്. അത് കാരണമുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ, മദ്യപിച്ച് വണ്ടി ഓടിക്കുക, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക, ആക്രമണവാസന കാണിക്കുക, ഇതെല്ലാം അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരാം. അപ്പോൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ലഹരിയുടെ ഒരു വശം. രണ്ടാമത്, ഒരു പരിധി കഴിയുമ്പോൾ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ അത് ബാധിക്കുന്നു. ക്യാൻസർ, സിറോസിസ് അല്ലെങ്കിൽ അൾസർ പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ശരീരം മാറുകയാണ്. പിന്നെ സ്ട്രോക്ക് വരാനും
ഹൃദയാഘാതം വരാനുമൊക്കെയുള്ള വ്യക്തിയുടെ റിസ്ക് കൂട്ടുകയാണ്. പൊതുവേ പറയുന്നത് ലഹരി ഉപയോഗം കാരണം വ്യക്തിക്ക് 10 മുതൽ 15 വർഷം അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ലഹരികൾ ഇല്ലായിരുന്നെങ്കിൽ അവൻ കുറച്ചുകൂടി ആരോഗ്യപൂർണ്ണമായി 10-15 വർഷം കൂടെ ഈ ലോകത്തുണ്ടാവുമായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകട സാധ്യത. കഞ്ചാവ് പോലുള്ള രോഗങ്ങളാണെങ്കിൽ 50% ഒരൊറ്റ കഞ്ചാവിൻ്റെ പുകയിൽ തന്നെ സൈക്കോസിസ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ അത്തരം വളരെ ഗുരുതരമായ സ്കിസോഫ്രീനിയ പോലുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാനബീസ് ഇൻഡ്യൂസ് സൈക്കോസിസിൽ കാണാറുണ്ട്. അപ്പോൾ കഞ്ചാവിൻ്റെ ഉപയോഗം വളരെ സാമാന്യവൽക്കരിക്കുന്നതും അത്ര ശരിയല്ല. പലപ്പോഴും ഇത്തരം റിസ്കുകളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സൈക്കോസിസിലേക്ക് പോകാൻ സാധ്യതയുള്ള വ്യക്തികളെല്ലാം കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് രോഗത്തിലേക്ക് എത്താം. അപ്പോൾ ആർക്കാണ് ഈ റിസ്ക് എന്നുള്ളത് നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ ഒരു ഘട്ടം വരെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല പ്രൊട്ടക്ഷനും. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മിതമായി ഉപയോഗിക്കുക. ആ മിതമായ ശീലം വ്യക്തികളിൽ പലപ്പോഴും എടുത്തുചാട്ടം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവ രീതിയൊക്കെ ഉള്ളവരും, സ്ട്രെസ്സ് ഓവർകം ചെയ്യാൻ ലഹരി ഉപയോഗിക്കുന്ന രീതിയുള്ളവർ, ഉറങ്ങാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുക, അത്തരക്കാരിലെല്ലാം പലപ്പോഴും ഇത് ഉറപ്പായും രോഗാവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യത തന്നിലുണ്ടോ എന്ന് തിരിച്ചറിയുകയാണ് ആദ്യത്തെ ഘട്ടം. പിന്നെ രണ്ടാമത്, അപകടമാകുമ്പോൾ അതിനുള്ള സഹായം സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത്. പലപ്പോഴും ലഹരിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം പിന്നെ ഈ ലഹരി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപാധി, ഒരു മാർഗമായി മാത്രമാണ് പിന്നെ ശരീരത്തിനെ കാണുന്നത്. അത്രമാത്രം തലച്ചോറ് അതിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ചികിത്സയ്ക്ക് വിമുഖത കാണിക്കുക, കുടുംബാംഗങ്ങളിൽ നിന്ന് അകലുക, ഒറ്റയ്ക്കാവുക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി സാമൂഹികപരമായിട്ട് അവർ ഒറ്റപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള അക്രമവാസന പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത. മിക്ക ആത്മഹത്യകളുടെ പിന്നിലും ഒരു 50 മുതൽ 80% ആത്മഹത്യകൾക്ക് പിന്നിലും ഒരു പ്രത്യേക ജെൻഡറിൽ മദ്യത്തിൻ്റെ പ്രസൻസ് വളരെ സാധാരണ. അപ്പോൾ ഇതെല്ലാം അപകടങ്ങളാണ്. ഇതും നമ്മൾ കണക്കാക്കുകയും വേണ്ടതാണ്. രോഗം മാത്രമല്ല, അത് കാരണമുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളും ഇതിൻ്റെ അപകടമായിട്ട് തന്നെ കാണാം. ശരി ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലേക്ക് ഒരു ലഹരി ഉപയോഗിച്ചതിൽ നിന്നും ഒരു രോഗം മാറി നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മാത്രം അതിനു വേണ്ടി പ്രയത്നിച്ചാൽ പോലും നമുക്ക് ചുറ്റുമുള്ളവർ കൂടി പ്രയത്നിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ അധ്യാപകർ, അങ്ങനെ ചുറ്റുമുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും ലഹരി ചികിത്സയിൽ ഞാൻ വളരെ രസകരമായ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂട്ടുകാരൊന്നും പലപ്പോഴും ചികിത്സയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വരാറില്ല. ആരും കൂട്ടിരിപ്പുമായിട്ട് എത്തുന്നത് ഉറപ്പായിട്ടും ഒരു സ്ത്രീ ആയിരിക്കും. അത് അമ്മയായിരിക്കാം, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളോ അച്ഛനോ. കുടുംബാംഗങ്ങൾ മാത്രമാണ് ഈ ലഹരിയുടെ പ്രശ്നങ്ങൾക്ക് ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ ചികിത്സയ്ക്ക് ഒരു സപ്പോർട്ടായിട്ടൊക്കെ ആദ്യം എത്തുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ലഹരിയിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്നത് അവർക്കും നിരാശയും വിരക്തിയും ബാധിച്ച് ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത. അപ്പോൾ കുടുംബം ബ്രേക്ക് ആകാനുള്ളൊരു വലിയൊരു പ്രധാന കാരണം തന്നെ പലപ്പോഴും ലഹരിയായിട്ട് കാണാറുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതും ചികിത്സയിൽ ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന പങ്കാളികളെ ഒരുമിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതും, അവർ തമ്മിലുള്ള അസ്വാരസ്യം അഡ്രസ്സ് ചെയ്യുക, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഒപ്പം ചികിത്സ കഴിയുമ്പോൾ ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായി നിൽക്കുക, എന്നാൽ ശ്രദ്ധാലുക്കളുമായിരിക്കണം. കാരണം പലപ്പോഴും വ്യക്തി വീണ്ടും ലഹരിയിലേക്ക് വീണു പോകുന്നത് ചുറ്റുമുള്ളവർ പെട്ടെന്ന് അറിയണമെന്നില്ല. ഇനി അത് കാരണം എപ്പോഴും സംശയത്തിൻ്റെ കണ്ണിൽ പുറത്തു പോയാലുടൻ വരുമ്പോൾ ഊതിക്കുക, എപ്പോഴും സംശയത്തിൽ അവരുടെ പിറകെ നടക്കുക, ഇതൊക്കെ പലപ്പോഴും ലഹരി ഉപയോഗിച്ച് അതിൽ നിന്നും മാറി വരുന്ന ഒരു വ്യക്തികൾക്ക് എപ്പോഴും ഇറിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടാണ് പറയുക, ട്രിഗറായിട്ട്. അപ്പോൾ ട്രിഗർ ആകാതിരിക്കാനും സമാധാനപൂർവ്വം എന്നാൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായി നിൽക്കാൻ കുടുംബത്തിന് കഴിയണം. ഇനി സ്കൂൾ തലങ്ങളിലാണെങ്കിലും മറ്റ് ഇപ്പം പല ക്ലബ്ബുകൾ, NCC, NSS, അത്തരം സൗഹൃദ ക്ലബ്ബ്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾക്കും വാസനകളും വളർത്താനുള്ള ഒരു അന്തരീക്ഷം സ്കൂളുകളിലുണ്ടാവണം. ഈ PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഫുട്ബോളും ബാസ്ക്കറ്റ് ബോളും ഒക്കെ കളിച്ച് വളരുന്ന കുട്ടികൾ ശരീരത്തിനെ കുറച്ചുകൂടി മാനിക്കും. അത്തരക്കാർ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധ സ്കൂളുകളിൽ ഉണ്ടാവണം. ഒപ്പം അധ്യാപകരാണ് രണ്ടാമത്തെ, കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ഒരു വിഭാഗം. ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും അമ്മയും അച്ഛനും തിരിച്ചറിയാത്ത പല കാര്യങ്ങളും അധ്യാപകരായിരിക്കും. ചില കുട്ടികൾക്ക് അച്ഛനമ്മമാരെക്കാളും അടുപ്പം അധ്യാപകരോടായിരിക്കും. അവരോടായിരിക്കും അവരുടെ പ്രശ്നം ആദ്യം തുറന്ന് പറയുന്നത്.
അപ്പോൾ അത്തരക്കാരും ഒപ്പം ഇവരുടെ ഫ്രണ്ട്സ് ഇവരെല്ലാം ചേർന്ന് ഒരു സൗഹാർദ്ദം കുറ്റപ്പെടുത്തലിനേക്കാളും സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലഹരിയിൽ പെട്ടുപോയി പൂർണ്ണമായി അതിനകത്ത് മുങ്ങിപ്പോകുന്നതിന് മുന്നേ തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും നല്ലത് ലഹരിയിൽ എത്തപ്പെട്ടിട്ട് അവരെ പിടിക്കുന്നതിനേക്കാളും ലഹരിയിൽ എത്താതിരിക്കാനുള്ളൊരു അന്തരീക്ഷം കുടുംബങ്ങളിലും സമൂഹത്തിലും സ്കൂൾ തലങ്ങളിലും എല്ലാം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ലഹരി ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ ബോധവൽക്കരണത്തെ പറ്റിയും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിരുന്നത് തിരുവനന്തപുരം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഷീന ജി സോമനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.